നമസ്കാരം. പ്രസവ ഡേറ്റ് എടുക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ്. അതിപ്പോ രണ്ടാമത്തെ ആയാലും മൂന്നാമത്തെ പ്രഗ്നൻസി ആയാലും എല്ലാവർക്കും ടെൻഷനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവസാനത്തെ സ്കാൻ കഴിഞ്ഞ്, അതായത് 9ാം മാസത്തെ സ്കാൻ കഴിഞ്ഞ് വരുമ്പോൾ എല്ലാവരും ചോദിക്കും, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഡെലിവറി ആകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള രീതിയിൽ. അപ്പൊ അവരവിടെ നോക്കുന്നത് തല താഴെയാണോ, മറുപിള്ള മേലെയാണോ, വെള്ളം ആവശ്യത്തിനുണ്ടോ, കുഞ്ഞിന്റെ വെയിറ്റ് എത്രയാണ് എന്നൊക്കെ ഉള്ളതാണ്. ആ സമയത്ത് ഊരഭാഗം, അതായത് ബട്ടക്സ് ആണ് താഴെ ഇരിക്കുന്നത്, തല മേലെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ ടെൻഷൻ കൂടും. കാരണം എല്ലാവർക്കും അറിയാം, ബട്ടക്സ് താഴെയായിട്ടിരിക്കുകയാണെങ്കിൽ നോർമൽ ഡെലിവറിക്കുള്ള സാധ്യത കുറവാണ് കമ്പാരിറ്റീവ്ലി. അതായത് തല താഴെ ഇരിക്കുന്നത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നോർമൽ ഡെലിവറിക്കുള്ള സാധ്യത കുറവാണ്, പ്രത്യേകിച്ച് ആദ്യത്തെ പ്രഗ്നൻസി ഒക്കെ ആണെങ്കിൽ. അപ്പൊ അതെന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ തലഭാഗം താഴെയായിട്ട് കുട്ടികൾ സാധാരണ ഇരിക്കുന്നു, അതിന് അങ്ങനെ തന്നെ ഡെലിവറി ആകാൻ പറ്റുമോ, അതായത് ഊരഭാഗം താഴെ ഇരിക്കുന്ന കുട്ടികൾക്ക് ഡെലിവറി ആകാൻ പറ്റുമോ, അങ്ങനെ ആയാൽ കുട്ടികൾക്ക് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോ ഊരഭാഗം, അതായത് ബട്ടക്സ് താഴെയും തല മേലെയുമായിട്ട് ഇരിക്കുന്ന ആ പ്രസന്റേഷനെ നമ്മൾ പറയുന്നത് ബ്രീച്ച് പ്രസന്റേഷൻ എന്നാണ്. നിങ്ങൾ സ്കാനിൽ നോക്കുമ്പോൾ അങ്ങനെയായിരിക്കും എഴുതിയിരിക്കുക, ബ്രീച്ച് പ്രസന്റേഷൻ ഓഫ് ദ ഫീറ്റസ് എന്നായിരിക്കും എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് എന്ന് പലരും ചോദിക്കുന്ന കാര്യമാണ്. ഇത്രയും ദിവസം എന്റെ കുഞ്ഞിന്റെ തല താഴെയായിരുന്നു, ഇപ്പൊ എന്തുകൊണ്ട് അത് തിരിഞ്ഞു പോയി? ശരിക്കും ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് പ്രിമച്യൂരിറ്റിയാണ്. പ്രിമച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ, അതായത് മാസം തികയാതെ ഉള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ കൂടുതലും ബട്ടക്സ് താഴെയായിട്ടായിരിക്കും ഇരിക്കുക. അപ്പൊ നമ്മൾ ഒരു 28 ആഴ്ച, അതായത് ഒരു 7ാം മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ, 7ാം മാസത്തെ എൻഡിലെ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു 25% അമ്മമാരുടെ കുട്ടികളും തലമേലെയും ഊരഭാഗം താഴെയായിട്ടായിരിക്കും ഇരിക്കുന്നത്. അതിലും ഭയങ്കര ടെൻഷനാണ്. ശരിക്കും ആദ്യത്തെ 3ാം മാസത്തെ അല്ലെങ്കിൽ 5ാം മാസത്തെ സ്കാനുമായിട്ട് വരുമ്പോഴേ എല്ലാവരും ചോദിക്കും, പൊസിഷൻ കറക്റ്റ് ആണോ, പൊസിഷൻ കറക്റ്റ് ആണോ. ശരിക്കും ആ സമയത്ത് നമ്മളത് നോക്കേണ്ട കാര്യമില്ല. ഡെലിവറി ഡേറ്റ് അടുക്കുമ്പോൾ അല്ലെങ്കിൽ ഡെലിവറി ഡേറ്റ് ആകുമ്പോൾ കുഞ്ഞ് എങ്ങനെ കിടക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇമ്പോർട്ടൻസ്. അതും പ്രത്യേകിച്ച് ഒരു 9ാം മാസത്തെ സ്കാനിലൊക്കെ ആണെങ്കിൽ ശരിക്കും നോക്കണം. കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് കഴിഞ്ഞാൽ കുഞ്ഞിന് ഇച്ചിരി വെയിറ്റ് കൂടുതലായിരിക്കും, വെള്ളം കുറവായിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞ് തിരിഞ്ഞു വരാനുള്ള സാധ്യത കുറവാണ്. എങ്കിലും സ്കാൻ കഴിഞ്ഞതിന് ശേഷവും ഡേറ്റിന്റെ അന്ന് തല തിരിഞ്ഞ് തല താഴെ എത്തുന്ന പല പ്രഗ്നൻസീസിലും നമ്മൾ നോർമലായിട്ട് ഡെലിവറി അറ്റൈൻ ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ ഓർത്ത് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, പ്രിമച്യൂരിറ്റി ആണ് ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ള കാരണം ഊരഭാഗം അല്ലെങ്കിൽ ബട്ടക്സ് താഴെയായിട്ടിരിക്കാൻ, അല്ലെങ്കിൽ ബ്രീച്ച് പ്രസന്റേഷന്. അപ്പോൾ ഇങ്ങനെ 25% 7ാം മാസത്തിൽ കാണാം എന്ന് പറഞ്ഞു. പക്ഷെ ഡെലിവറി സമയം ആവുമ്പോൾ, ഡെലിവറി ഡേറ്റിന്റെ സമയത്ത് ഒരു 3-4% പേർക്ക് മാത്രമേ കുഞ്ഞ് ഊരഭാഗം താഴെയായിട്ട് ഇരിക്കാറുള്ളൂ. ബാക്കിയെല്ലാം തല താഴെ എത്തിയിട്ടുണ്ടാവും. അപ്പൊ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ കുഞ്ഞിന്റെ തല താഴെ വരാതെ ഇരിക്കാം? സാധാരണ നമ്മുടെ നേച്ചർ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന അങ്ങനെയാണ്. അതായത് വെയിറ്റ് ഉള്ള സാധനങ്ങൾ താഴോട്ടിരിക്കുക. കാരണം ഇഫക്റ്റ് ഓഫ് ഗ്രാവിറ്റി, അതായത് നമ്മുടെ ഭൂമിക്ക് നടുവിലേക്ക് ഉണ്ടാകുന്ന വലിവ്, വെയിറ്റ് ഉള്ള സാധനങ്ങൾക്ക് ഉണ്ടാകുന്ന വലിവ്. അത് കാരണം കുഞ്ഞിന്റെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം, കുഞ്ഞിന്റെ ശരീരത്തെ ഏറ്റവും ഭാരം കൂടിയ ഭാഗം എന്ന് പറയുന്നത് കുഞ്ഞിന്റെ തലയാണ്. ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടും ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് കുഞ്ഞിന്റെ തലയാണ്. നാച്ചുറലി അത് താഴോട്ടിരിക്കാനാണ് ടെൻഡൻസി കൂടുതൽ. പക്ഷേ അത് തിരിഞ്ഞിരിക്കാനുള്ള സാധ്യതകളുണ്ട്. ഒന്നുകിൽ കുഞ്ഞിന് ആ തല അവിടെ താഴെ ഇരിക്കാനുള്ള സ്ഥലമില്ലാഞ്ഞിട്ടാകാം, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ ഉള്ള ഫെസിലിറ്റി ഉള്ളത് കൊണ്ടാകാം. അപ്പൊ എന്തൊക്കെയാണ് കാരണങ്ങൾ? അതില് അമ്മയുടെ കാരണങ്ങളുണ്ട്, കുഞ്ഞിന്റെ കാരണങ്ങളുണ്ട്. എന്തൊക്കെയാണ് അമ്മയുടെ കാരണങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് പറയുന്ന റീസൺ എന്ന് പറയുന്നത് മൾട്ടി പാരിറ്റി. അതായത് 2, 3, 4 പ്രഗ്നൻസി, ഒരുപാട് പ്രഗ്നൻസികൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ അമ്മയുടെ വയറ് വീക്കാവുകയും, അമ്മയുടെ അബ്ഡമിനൽ മസിൽ, വയറിലെ പേശികൾ വീക്കാവുകയും, അത് കാരണം യൂട്രസ് ഇങ്ങനെ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ എങ്ങോട്ട് വേണോ മൂവ് ചെയ്യാന്നുള്ള രീതിയിൽ ഇരിക്കുകയും, കുഞ്ഞിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള ഫെസിലിറ്റി കിട്ടുകയും, അത് കാരണം കുഞ്ഞ് ഇഷ്ടമുള്ള രീതിയിൽ കിടക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഊര തന്നെ താഴെ ആയിരിക്കണമെന്നില്ല, കുഞ്ഞ് കുറുകെ കിടന്നൊന്നും വരാം. നമ്മൾ ട്രാൻസ്വേഴ്സ് ലൈ ആണെന്നാണ് പറയുന്നത്. അപ്പൊ തല തിരിഞ്ഞ് കുഞ്ഞ് എപ്പോഴും തിരിയും, എവിടെ വേണോ കുഞ്ഞിന്റെ പൊസിഷൻ, തലയുടെ പൊസിഷൻ ഇരിക്കാം എന്നുള്ളതാണ്. അത് മൾട്ടി പാരിറ്റി. പിന്നെ രണ്ടാമത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂട്രസിൽ ഫൈബ്രോയിഡുകൾ ഉണ്ടെങ്കിൽ, അതായത് പ്രത്യേകിച്ച് യൂട്രസിന്റെ താഴ്ഭാഗത്ത് വലിയ ഫൈബ്രോയിഡുകളൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞിന്റെ തലയ്ക്ക് അവിടെ ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല. അത് കാരണം കുഞ്ഞ് തല മേലെ വെച്ചിട്ടായിരിക്കും ഇരിക്കുക. മൂന്നാമത് യൂട്രൈൻ അബ്നോമാലിറ്റീസ്, അതായത് യൂട്രസിന് എന്തെങ്കിലും പ്രശ്നമുള്ള യൂട്രസ് ആണെങ്കിൽ, ചിലർക്ക് യൂട്രസിന് 2 ഹോൺ ഉണ്ടാവും, അതായത് ഹാർട്ട് ഷേപ്ഡ് യൂട്രസ് ആയിരിക്കും, 2 ഭാഗങ്ങളായിരിക്കും ആ യൂട്രസിന്റെ മോൾ ഭാഗം ഇരിക്കുക. അങ്ങനെ വരുമ്പോ
കുഞ്ഞിന്റെ തലഭാഗം മേലെ ഇരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സെപ്റ്റേറ്റ് യൂട്രസ്, അതായത് യൂട്രസിന്റെ മേൽഭാഗത്ത് നിന്ന് താഴോട്ട് ഒരു നേർത്ത പാളി താഴോട്ട് വരുന്ന കാരണം യൂട്രസിനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവാം. അങ്ങനെ വരുമ്പോഴും കുഞ്ഞിന്റെ തല മേലെ ഇരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ യൂട്രസ് ഡൈഡൽഫിസ്, 2 യൂട്രസ് ഉള്ളവരുണ്ടാകാം. അങ്ങനെ ഉള്ളവർക്കും സ്പേസ് യൂട്രസിൽ കുറവായതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ തല താഴെ ഇരിക്കുന്നതിനേക്കാളും മേലെ ഇരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഒരു കാരണം. പിന്നെ പറയുന്നത് പ്ലാസന്റ, അതായത് മറുപിള്ളയുടെ പൊസിഷൻ വെരി ഇമ്പോർട്ടന്റ് ഡിസൈഡിങ് ഫാക്ടർ ആണ്. മറുപിള്ള താഴെയാണ് ഇരിക്കുന്നതെങ്കിൽ, അതായത് താഴ്ഭാഗത്താണ് മറുപിള്ള അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ കുഞ്ഞിന്റെ തല താഴെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല. അത് കാരണം കുഞ്ഞിന്റെ തല മേലെ ആയിരിക്കും ഇരിക്കുന്നത്. പിന്നെ പറയുന്നത് കോർണോ ഫണ്ടൽ അറ്റാച്ച്മെന്റ്, അതായത് യൂട്രസിന്റെ ഏറ്റവും മേൾഭാഗത്താണ് പ്ലാസന്റ മറു പോയി അറ്റാച്ച് ചെയ്യുന്നതെങ്കിലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാം. അത് കാരണം കുഞ്ഞിന്റെ തല മേലെ ആയിട്ടായിരിക്കാം ഇരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഓരോ പ്രഗ്നൻസിയിലും. പലരും വന്ന് ചോദിക്കാറുണ്ട്, വീണ്ടും വീണ്ടും എന്റെ കുഞ്ഞ് തല തിരിഞ്ഞ് തന്നെ ഇരിക്കുന്നു, കഴിഞ്ഞ പ്രഗ്നൻസിയിലും ഇങ്ങനെ തന്നെയായിരുന്നു, ഈ പ്രഗ്നൻസിയിലും മേ ബി യൂട്രസ് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടാകാം. ആ കഴിഞ്ഞ പ്രഗ്നൻസിയിൽ എന്റെ കുഞ്ഞിന്റെ തല താഴെയായിരുന്നു, ഇപ്പൊ എന്തുകൊണ്ട്? മേ ബി മറുപിള്ള മാറിയിരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ യൂട്രസിന്റെ താഴ്ഭാഗത്ത് നിങ്ങൾക്ക് ഒരു ഫൈബ്രോയിഡ് ഉണ്ടാകാം. പിന്നെ അതല്ലാതെ കാരണങ്ങൾ പറയുന്നതിന് ഫീറ്റൽ ഫാക്ടേഴ്സ് ആണ്. എന്തൊക്കെ ഫീറ്റൽ ഫാക്ടേഴ്സ് കാരണം ഉണ്ടാവാം? ഏറ്റവും കോമൺ ആയിട്ട് പറയുന്നത് മൾട്ടിപ്പിൾ പ്രഗ്നൻസി, അതായത് ട്വിൻസ്, ട്രിപ്ലറ്റ്സ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കുമ്പോൾ കുഞ്ഞുങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ ആയിരിക്കും കിടക്കണം. കാരണം സ്ഥലം കുറവാണ്, ആ സ്ഥലത്ത് ഒരു കുട്ടി കിടക്കുന്നതിന് പകരം 2 കുട്ടി കിടക്കുമ്പോൾ കുട്ടിക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുട്ടി അഡ്ജസ്റ്റ് ചെയ്ത് സ്ഥലം ഉള്ളതനുസരിച്ച് കിടക്കും എന്നുള്ളതാണ്. അത് മൾട്ടിപ്പിൾ പ്രഗ്നൻസി. 2 എന്ന് പറഞ്ഞത് വെള്ളം കൂടിപ്പോയാലും പ്രശ്നമാണ്, വെള്ളം കുറഞ്ഞു പ്രശ്നമാണ്. വെള്ളം കൂടിയാൽ നമ്മൾ അതിനെ പോളിഹൈഡ്രാമിയോസ് എന്ന് പറയും. അത് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ കുഞ്ഞിന് അനങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ കുഞ്ഞ് ഇഷ്ടത്തിന് മൂവ് ചെയ്യും. അപ്പോൾ തല താഴത്തായിട്ട് തന്നെ ഇരിക്കണം എന്നില്ല. ഒളിഗാമിയോസ് ആണെങ്കിൽ, അതായത് വെള്ളം കുറഞ്ഞ അവസ്ഥയാണെങ്കിലോ ഓൾറെഡി 7ാം മാസം വരെ കുഞ്ഞ് ബട്ടക്സ് താഴെയായിട്ടായിരിക്കും ഇരുന്നിട്ടുണ്ടാകുക. അത് കഴിഞ്ഞ് വെള്ളം കുറഞ്ഞു, അപ്പൊ കുഞ്ഞിന് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, ആ പൊസിഷനിൽ തന്നെ ലോക്കായി പോയി എന്നുള്ളതാണ്. അപ്പൊ കുഞ്ഞിന് അംഗവൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് പ്രത്യേകിച്ച് തലച്ചോറിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രശ്നം, അല്ലെങ്കിൽ തലച്ചോറിനുള്ളിൽ നിന്ന് ഒരു ഭാഗത്ത് തലയോട്ടി ഇല്ലാണ്ട് അവിടെ നിന്ന് പുറത്തോട്ട് വരുന്ന മെനിഞ്ചോമൈലോസിൽ എന്നൊക്കെ പറയും, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളാണെങ്കിലും കുട്ടിയുടെ തല മേലെ ഇരിക്കാനാണ് സാധ്യത കൂടുതൽ. അപ്പൊ കുഞ്ഞിന് അംഗവൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഊരഭാഗം താഴെയായിട്ടിരിക്കുന്ന കുട്ടികൾ. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രീച്ച്, അതായത് ഊരഭാഗം താഴെയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അത് 3 രീതിയിൽ ഇരിക്കാം. ഫ്ലെക്സ്ഡ് ബ്രീച്ച്, എക്സ്റ്റെൻഡഡ് ബ്രീച്ച്, ഫുട്ലിംഗ് ബ്രീച്ച്, അങ്ങനെ നമ്മൾ 3 രീതിയിൽ ഇരിക്കാം എന്ന് പറയും. അത് നമ്മൾ തീരുമാനിക്കുന്നത് കുഞ്ഞിന്റെ ഇടുപ്പെല്ലും കുഞ്ഞിന്റെ മുട്ടിലെ ജോയിന്റ് അത് എങ്ങനെ വെച്ചിരിക്കുന്നു എന്ന് വെച്ചിട്ടാണ്. ഇപ്പൊ ഇടുപ്പ് ഭാഗവും മുട്ടുഭാഗവും രണ്ടും ചേർത്ത് പിടിച്ചാണ് മടക്കി വെച്ചിട്ടാണ് കുഞ്ഞിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഫ്ലെക്സ്ഡ് ബ്രീച്ച് എന്ന് പറയും. കുഞ്ഞ് 2 ഭാഗവും, അതായത് ഇടുപ്പ് ഭാഗവും മുട്ടുഭാഗവും രണ്ടും നിവർത്തി വെച്ചാണ് കുഞ്ഞ് കിടക്കുന്നതെങ്കിൽ കുഞ്ഞിന്റെ തല മേലെയായിരിക്കും, അതിനിടയിലായിരിക്കും കാല് 2 മേലോട്ടായിരിക്കും, അതിനിടയിലായിരിക്കും തല വരുന്നത്. അതിനെ നമ്മൾ എക്സ്റ്റെൻഡഡ് ബ്രീച്ച് എന്ന് പറയും. അതാണ് ഏറ്റവും ഫേവറബിൾ പൊസിഷൻ നോർമൽ ഡെലിവറി ആവാൻ വേണ്ടിയിട്ട്. പിന്നെ പറയുന്നത് ഫൂട്ലിംഗ് ബ്രീച്ച് ആണ്, അതായത് കുഞ്ഞിന്റെ ഇടുപ്പ് മടങ്ങിയാണ് ഇരിക്കുന്നത്, പക്ഷെ മുട്ടിന്റെ ഭാഗം നിവർത്തി വെച്ചിരിക്കുമ്പോൾ കുഞ്ഞിന്റെ കാലായിരിക്കും ആദ്യം താഴോട്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു വികസനം വരുമ്പോഴേ ഈ കുഞ്ഞിന്റെ കാല് സ്ലിപ്പ് ചെയ്ത് താഴോട്ട് വരും. അതല്ലാതെ പൊക്കിൾ കുഴിയൊക്കെ താഴോട്ട് ചാടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഗൈനക്കോളജിസ്റ്റും ഒരു ബ്രീച്ച് അല്ലെങ്കിൽ ഊരഭാഗം താഴെ ആയിട്ടിരിക്കുന്ന ഒരാളിനെ നോർമൽ ഡെലിവറിക്ക് വെക്കാൻ ബുദ്ധിമുട്ടുന്നത് അല്ലെങ്കിൽ പറ്റില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് അതുകൊണ്ടാണ്. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തൊക്കെയാണ് ഈ ബ്രീച്ച് ഡെലിവറിക്ക് വരേണ്ട പ്രശ്നങ്ങൾ, അതായത് ഊരഭാഗം താഴെ ആയതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഡെലിവറി സമയത്ത്. ഒന്ന് ഞാൻ പറഞ്ഞു, ഈ ഫൂട്ലിംഗ് ബ്രീച്ച്, അതായത് കാല് താഴോട്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പൊക്കിൾ കൊടി ചാടി പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. വൺസ് പൊക്കിൾ കൊടി ചാടി പുറത്തു വന്നു കഴിഞ്ഞാൽ ആ നിമിഷം കുഞ്ഞിന്റെ മിടിപ്പ് നിൽക്കും. അതൊരു വലിയ ഇഷ്യൂ ആണ്. 1. 2 എന്ന് പറയുന്നത് ബ്രീച്ച് അഥവാ ഊരഭാഗം എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. തലയെ കമ്പയർ ചെയ്യുമ്പോൾ തല എന്ന് പറയുന്നത് വളരെ ഹാർഡാണ്, ഊരഭാഗം സോഫ്റ്റ് ആണ്. അപ്പം അങ്ങനെയുള്ള ഡെലിവറിയിൽ ആദ്യം വരുന്ന ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ്. ഹാർഡ് ആയിട്ടുള്ള പോർഷൻ പിന്നെ വരാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പൊ അത് ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് 3/4 ഭാഗം ശരീരവും വന്നു കഴിഞ്ഞിട്ടേ നമുക്ക് പിന്നെ മനസ്സിലാവും തല ഇറങ്ങുമോ ഇല്ലേ എന്നുള്ളത്. 3ാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഊരഭാഗം കാരണം താഴ്ഭാഗം, അതായത് യൂട്രസിന്റെ താഴ്ഭാഗം മുഖഭാഗം വികസിക്കുന്നത് കുറവായിരിക്കും. അപ്പൊ വളരെ സ്ലോ ആയിരിക്കും ഡെലിവറി. കാരണം അത് തലയിരിക്കുമ്പോൾ ഹാർഡായിട്ടുള്ള പോർഷൻ ആയത് കാരണം തല വന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് വികസിക്കുന്ന അത്രയും സ്പീഡിന് ഊരഭാഗം ഇരിക്കുമ്പോൾ അത്രയും ഫാസ്റ്റ് ആയിട്ട് അത് വികസിക്കില്ല എന്നുള്ളതാണ്.
പിന്നെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ചെറിയ വികസനം ആവുമ്പോൾ ബാക്കി ബോഡി ഭാഗങ്ങൾ, ശരീരഭാഗങ്ങളെല്ലാം സ്ലിപ്പ് ചെയ്ത് താഴോട്ട് വരികയും തല ഉള്ളിൽ ട്രാപ്പ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ എമർജൻസി ആയിട്ട് കൊണ്ട് ഓടിപ്പോയി സിസേറിയൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നേക്കാം. ചിലപ്പോൾ നമുക്ക് ബേബിയെ കിട്ടിയില്ല എന്നുള്ളൊരു പ്രശ്നവും ഉണ്ടായേക്കാം എന്നുള്ളതാണ്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇനി നോർമൽ ഡെലിവറിക്ക് വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ യെസ്, ഐഡിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു. കാല് മേളിലോട്ട് വെച്ച് ഇരിക്കുന്ന കുട്ടികൾ, അത് എക്സ്റ്റെൻഡഡ് ബ്രീച്ച് എന്ന് പറയും. അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് നോർമൽ ഡെലിവറിക്ക് വെക്കാൻ ഫേവറബിൾ ആണ്. പക്ഷേ നോർമൽ സൈസ്, ആവറേജ് സൈസ് ബേബി ഉണ്ടാവാൻ പാടുള്ളൂ. ബേബി ഒരു 3 kg എബോവ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോ ഊരഭാഗമൊക്കെ താഴെ ഇറങ്ങി വന്നാൽ തല ഇറങ്ങി വരണം എന്ന് നിർബന്ധമില്ല. പിന്നെ അമ്മയുടെ പെൽവിസ്, അമ്മയുടെ ഇടുപ്പെല്ലാം അത്രയും നല്ലതായിരിക്കണം. അത്രയും നല്ല പെൽവിസ്, നല്ല വലിയ ബേബീസിനെയൊക്കെ ഡെലിവറി ചെയ്തിട്ടുള്ള അമ്മയാണ് എന്നുണ്ടെങ്കിൽ അത് ഇറങ്ങി വരുമെന്ന് നമുക്ക് പറയാം. പിന്നെ പറയുന്നത് കുഞ്ഞിന്റെ തല. കുഞ്ഞിന്റെ തല മേളിലോട്ട് ഇങ്ങനെ വെച്ചാണ് കുഞ്ഞിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്റ്റാർ ഗേസിംഗ് ഫീറ്റസ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഡെലിവറി ആകില്ല. കാരണം കുഞ്ഞിന്റെ തല കുനിഞ്ഞ് കുഞ്ഞിന്റെ താടി വന്ന് നെഞ്ചിനോട് ചേർത്ത് കുഞ്ഞ് അങ്ങനെ മടങ്ങി കിടക്കുകയാണെങ്കിൽ മാത്രമേ, തല അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ മാത്രമേ തല ഇറങ്ങി വരികയുള്ളൂ. അപ്പൊ ഇതൊന്നും നമുക്ക് നേരത്തെ തീരുമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. സ്കാൻ ചെയ്ത് നോക്കാം എന്നല്ലാതെ കുഞ്ഞിറങ്ങി വരുന്ന സമയത്ത് കുഞ്ഞിന്റെ തല മേലോട്ടിരിക്കുകയാണോ ഇല്ലയോ എന്നൊന്നും നമുക്ക് ആ സമയത്ത് പറയാൻ പറ്റില്ല. എല്ലാ ഭാഗങ്ങളും ഇറങ്ങി വന്നു കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് കുഞ്ഞിന്റെ തല മേലെയാണ്, മേലോട്ട് നോക്കിയാണ് ഇരിക്കുന്നത്. ശരിക്കും ഇങ്ങനെയുള്ളതൊന്നും നമുക്ക് നോർമൽ ഡെലിവറിക്ക് വെക്കാൻ പറ്റില്ല. അതുപോലെ വേറെ എന്തെങ്കിലും സിസേറിയൻ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിലും നമുക്ക് നോർമൽ ഡെലിവറിക്ക് വെക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പൊ ഇനി ഇൻ കേസ് നോർമൽ ഡെലിവറിക്ക് വെച്ചു, അത് കാരണം കുഞ്ഞിന് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം? ഒന്ന്, കുഞ്ഞിന് അംഗവൈകല്യങ്ങൾ ഉള്ളത് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. 2, പൊക്കിൾ കൊടി ഞാൻ പറഞ്ഞു ചിലപ്പോൾ ചാടി താഴോട്ട് പെട്ടെന്ന് വന്നു എന്നിരിക്കാം. അതിന് നമ്മൾ കോഡ് പ്രൊലാപ്സ് എന്നാണ് പറയുന്നത്. ഇറ്റ്സ് എ വെരി എമർജൻസി കണ്ടീഷൻ. ആ നിമിഷം തന്നെ ബേബിയുടെ മിടിപ്പ് നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതൊന്ന്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാല് മാത്രം താഴോട്ട് കിടക്കാം, ബാക്കി തലയെല്ലാം അകത്ത് ട്രാപ്പ് ചെയ്ത് പോവാം. അങ്ങനത്തെ പ്രശ്നങ്ങൾ കൂടുതലാണ്. പിന്നെ ഒരുപാട് സമയം ഡെലിവറിക്ക് എടുക്കുന്നത് കൊണ്ടും പൊക്കിൾക്കൊടിയൊക്കെ ചാടി പുറത്തു വരുന്നത് കൊണ്ടും കുഞ്ഞിന് ശ്വാസം മുട്ടൽ ഉണ്ടാകാനുള്ള സാധ്യത ഈ ബ്രീച്ച് ഡെലിവറിയിൽ കൂടുതലാണ് എന്നുള്ളതാണ്. ഇതല്ലാതെ ഡെലിവറി സമയത്ത് ഡെലിവറിക്ക് നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഇടേണ്ട എഫേർട്ടുകൾ വരുന്നത് കൊണ്ട്, അതായത് തല വന്ന് പിന്നെ ഡെലിവറി ആകുന്നത് പോലെ അല്ല ഊരഭാഗം ആദ്യം വന്ന് തല ഡെലിവറി പിന്നെ ഡെലിവറി ആകുന്നത്. അതിനനുസരിച്ച് നമുക്ക് ഒരുപാട് എഫേർട്ടുകൾ, കാരണം തല ആദ്യമാണ് വരുന്നതെങ്കിൽ തലയുടെ എല്ലുകൾ അമ്മയുടെ ഇടുപ്പലിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ടൈം എടുത്താണ് ഇറങ്ങി വരുന്നത്. പക്ഷേ ബാക്കി ഭാഗം, അതായത് ഊരഭാഗവും എല്ലാം കഴുത്ത് വരെയും ഡെലിവറി ആയി കഴിഞ്ഞിട്ടാണ് തല ഇറങ്ങുന്നതെങ്കിൽ തലയ്ക്ക് വളരെ സ്പീഡിന് ഇറങ്ങി വരണം. അത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ടൈം തലയ്ക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പല രീതിയും ഡെലിവറി ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടി വന്നേക്കാം. അങ്ങനെ വരുമ്പോ കുഞ്ഞിന്റെ തോളെല്ല്, കുഞ്ഞിന്റെ കാലിലെ എല്ല്, കുഞ്ഞിന്റെ കയ്യിലെ എല്ല് ഇതെല്ലാം ഫ്രാക്ചർ ആയി എന്ന് വന്നേക്കാം. കുഞ്ഞിന്റെ വായിൽ മുറിവുകൾ ഉണ്ടായി എന്ന് വന്നേക്കാം. കുഞ്ഞിന്റെ ലിവറിനും സ്പ്ലീനിനും ഇഞ്ചുറി ഉണ്ടായി എന്ന് വന്നേക്കാം. കുഞ്ഞിന്റെ തലയോട്ടിക്ക് പ്രശ്നം, പൊട്ടലുകള്, തലയ്ക്കുള്ളിലേക്ക് ബ്ലീഡിങ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. പറയുമ്പോൾ ശരിക്കും നോർമൽ ഡെലിവറിക്ക് വെച്ചൂടെ എന്ന് ചോദിക്കുന്നത് എല്ലാവർക്കും നോർമലായി തോന്നാം. പക്ഷെ ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉള്ളത് കൊണ്ടാണ്, നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടിക്കും വേറെ പ്രശ്നങ്ങളൊന്നും വരുത്തരുത് എന്നുള്ളത് കൊണ്ടാണ് പല ഡോക്ടേഴ്സും ഇങ്ങനെ റിസ്ക് എടുക്കാതെ നിങ്ങളുടെ അടുത്ത് സിസേറിയൻ ചെയ്യേണ്ടി വരും എന്ന് പറയുന്നത്. അപ്പൊ അത് മനസ്സിലാക്കുക, നിങ്ങളുടെ ഡോക്ടറുടെ ഒപ്പം നിൽക്കുക. നന്ദി.